കറുത്ത ആഭിചാരത്തെക്കുറിച്ച് ഇന്നും നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒന്ന് അതിശയത്തോടു കൂടി നോക്കാറുണ്ട്. എവിടെയെങ്കിലും അതിനെക്കുറിച്ചുള്ള പല കഥകളോ അതുപോലെ അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സമയം അത് കേൾക്കുക പതിവാണ്. അത്തരത്തിൽ വളരെയധികം ഇൻട്രസ്റ്റും അതുപോലെ കൗതുകവും ഉണർത്തുന്ന ഒരു കാര്യമാണ് ഈ കറുത്ത ആഭിചാരം. അത് ഓരോ മതങ്ങളിലും ഓരോ രീതിയിൽ അറിയപ്പെടുന്നു. ഹിന്ദു മതത്തിൽ ദുർമന്ത്രവാദമായിട്ടും, ക്രിസ്ത്യൻ മതത്തിൽ കറുത്ത കുർബാന, അതുപോലെ സാത്താൻ ആരാധന എന്നിങ്ങനെയും, അതുപോലെ മുസ്ലിം സമുദായത്തിൽ ഷിർക്ക് ചെയ്യുക എന്ന ഒരു അറബിക് വേർഡോട് കൂടിയിട്ടുള്ള രീതിയിലും അറിയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിലും ഇതൊക്കെ വിശ്വസിക്കുന്നവരും ഇതൊക്കെ ചെയ്യുന്നവരുമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. എന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് വിശ്വസിക്കണം. കാരണം ഈ കാലഘട്ടത്തിലും 2026 ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ട് എന്നത് സത്യം തന്നെയാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളും നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലവിൽ വന്നിരുന്ന ഒരു കാര്യമായിരുന്നു ഈ സാത്താൻ ആരാധന. ഈ സാത്താനിക് ബൈബിളൊക്കെ ഉപയോഗിച്ച് കറുത്തച്ഛനോട്ട്, അതുപോലെ കറുത്ത കുർബാന, അങ്ങനെ പല രീതികളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു ചടങ്ങ് പണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സുലഭമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതവും വിചിത്രവുമായിട്ട് തോന്നാറുണ്ടായിരുന്നു. ഓ, ഇങ്ങനെയൊക്കെ ഒരു കാര്യം നമ്മുടെ ലോകത്ത് നടക്കുമോ എന്നൊക്കെ ആയിരുന്നു അന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വെച്ചാരാധനകൾ നടക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു പകൽ പോലുള്ള സത്യമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ആരാധനകൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് നമ്മുടെ പക്കൽ ഇന്നും ഉത്തരമില്ല. എന്നാൽ ഇതൊക്കെ ചെയ്യുന്നവരുടെ പക്കൽ ഇതിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. ഈ ഓരോ ആരാധനകളും ഈ ഓരോ ചടങ്ങുകളും ഏറെ വിചിത്രവും ഭയാനകവുമാണ്. കാരണം അത്തരത്തിലും ഭയപ്പെടുത്തുന്നതും അതുപോലെ ചെയ്യാൻ അറപ്പും വെറുപ്പുമുള്ളതാക്കുന്ന ചില കാര്യങ്ങളിലൂടെയാണ് ഇവർ ഈ കറുത്ത മന്ത്രവാദം അല്ലെങ്കിൽ ഈ കറുത്ത ആഭിചാരം ചെയ്യുന്നത്. ഏത് മതമായാലും ഏത് ഭാഷയായാലും ഒടുവിൽ എല്ലാവരിലേക്കും എത്തുന്ന ഒരേ ഒരു വാക്ക് അത് ബ്ലാക്ക് മാജിക് എന്ന ആ വാക്കായിരുന്നു. ബ്ലാക്ക് മാജിക് അല്ലേ? നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് മാജിക്കിനെ കുറിച്ച്. നമ്മുടെ മുന്നിൽ പല മജീഷ്യൻസും വന്നിട്ട് മാജിക് കാണിച്ചിട്ട് അവർ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. അതിന് നമ്മൾ വിനോദത്തിനായിട്ടുള്ള മാജിക് ആയിട്ട് പറയപ്പെടുന്നു. എന്നാൽ ബ്ലാക്ക് മാജിക് എന്താണ്? ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക് എന്നത് നമ്മുടെ കണ്ണുകൾ രണ്ടും കെട്ടുന്ന ഒരു സ്വഭാവ രീതിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൾ കെട്ടി എന്നല്ല അതിനർത്ഥം. നമ്മുടെ കണ്ണുകളിൽ അത് ഇരുട്ട് നിറഞ്ഞ് നമ്മൾ ഈശ്വര വിശ്വാസത്തിൽ നിന്നും തെന്നിമാറി നമ്മൾ സാത്താനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ പൈശാചിക ശക്തിയെ ആരാധിക്കുന്ന ഒരു മനസ്സുമായിട്ട് അവിടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓരോ മതത്തിലും ഇത് വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളാണ്. ആദ്യം നമുക്ക് ക്രിസ്തീയ മതത്തിലുള്ള ഈ സാത്താനിക് ആരാധനയെക്കുറിച്ച് നമുക്ക് കുറച്ച് മനസ്സിലാക്കാം. നമ്മുടെ ഈ ലോകത്ത് പണ്ട് കാലത്ത് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ സുലഭമായിരുന്ന ഒരു കാര്യമായിരുന്നു ഈ സാത്താനിക് വർഷിപ്പ്. ഈ സാത്താനിക് വർഷിപ്പിലൂടെ ക്രിസ്ത്യൻ സമുദായത്തെ മൊത്തമായിട്ടും അവഹേളിച്ചിട്ട് അതിൽ സമുദായത്തിൽ നിന്നും വേർതിരിഞ്ഞ ചില സമുദായക്കാരായിരുന്നു ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ചെയ്തിരുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് മനുഷ്യബലി വരെ അതിന് കൊടുത്തിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നാൽ അതിനൊന്നും തെളിവുകളൊന്നും ലഭ്യമല്ല. എങ്കിൽ പോലും ചില പ്രബന്ധങ്ങളിലും ചില ബുക്കുകളിലും ഇന്നും അത്തരത്തിലുള്ള മാന്ത്രിക വിദ്യകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതിന് ബലിയായിട്ട് മനുഷ്യജീവിതം ഉപയോഗിച്ചു എന്നും പലയിടത്തും എഴുതി ചേർക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ചേക്കേറിയ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പറന്നു വന്ന ഒരു കാര്യമായിരുന്നു ഈ കറുത്ത കുർബാന എന്നറിയപ്പെടുന്ന ഈ ഒരു വിചിത്രമായ ചടങ്ങ്. അത് നമ്മുടെ കേരളത്തിൽ പല ജില്ലകളിലും പല ഭാഗങ്ങളിലും ഇന്നും അത് നടന്നു വരുന്നുണ്ട്.
ഈ പ്രാർത്ഥന ഒരു ദുഷ്ടശക്തിയെ ആരാധിച്ചതിന് ശേഷം ആ ദുഷ്ടശക്തിയിലൂടെ അവർക്ക് എല്ലാം സ്വന്തമാക്കാം എന്ന ഒരു ചിന്താഗതിയിലേക്കാണ് ഈ ചടങ്ങുകൾ മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി ഈ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് പ്രായം ചെന്ന ഇതിനൊക്കെ ഒരു കാർമ്മികത്വം വഹിക്കാൻ പക്വതയും പാകവുമുള്ള ഒരു പുരോഹിതൻ ഇതിനായിട്ട് പുറപ്പെട്ടു വരുന്നു. ഈ പുരോഹിതൻ മറ്റ് പ്രീസ്റ്റുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തനായിരിക്കും. അദ്ദേഹം കറുത്ത വസ്ത്രം അണിഞ്ഞിട്ടാവും ഈ ഒരു പ്രാർത്ഥന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റ് പുരോഹിതന്മാർ വെള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ കറുത്ത വസ്ത്രം ഉപയോഗിച്ച് ഒരു പ്രീസ്റ്റ് ഇത്തരത്തിലുള്ള മന്ത്രങ്ങളും അനുഷ്ഠാനങ്ങളും ആഭിചാരങ്ങളും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: തൻ്റെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി. അതിനുവേണ്ടി ഒരുപാട് ഭക്തർ അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാവും. ഈ കറുത്ത വസ്ത്രം അണിഞ്ഞു വന്ന ഈ പുരോഹിതന് മുന്നിലായിട്ട് ഒരു ബൈബിൾ വെച്ചിട്ടുണ്ടാവും. എല്ലാവരും വായിക്കുന്ന ഒരു ബൈബിൾ തന്നെ. എന്നാൽ ഈ ബൈബിളിനെ അവർക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിരുന്നില്ല. ഈ ബൈബിളിനെയും അതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിലെ ദൈവത്തെയും മാക്സിമം അവഹേളിക്കുകയും അതുപോലെ അസഭ്യ വർഷിപ്പിലൂടെ മാനം കെടുത്തുകയും ഈ ബൈബിളിന് മുകളിലേക്ക് ആർത്തവരക്തവും അതുപോലെ മലമൂത്ര വിസർജ്യങ്ങളും അതുപോലെയുള്ള വൃത്തിഹീനമായ വസ്തുക്കൾ ഉപയോഗിച്ച് ആ വിശുദ്ധ ബൈബിളിനെ അവരുടെ ആ പരിശുദ്ധി നഷ്ടപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള ബലിയിലൂടെ അവർ ഈ ചടങ്ങ് പൂർത്തിയാക്കുകയും ചെയ്തു. എല്ലാത്തിനുമൊടുവിൽ അവരെല്ലാവരും നഗ്നരായിട്ട് പരസ്പരം ആ പൂജ നടക്കുന്ന അല്ലെങ്കിൽ ആ വർഷിപ്പ് നടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതോടുകൂടി ആ ചടങ്ങ് പരിസമാപ്തിയാവുകയും എന്നായിരുന്നു ഈ കറുത്ത ചിനോട്ടിലൂടെ അവർ മനസ്സിലാക്കിയിട്ടിരുന്നത്. എല്ലാ പൂജകൾക്കും ഒടുവിൽ അവർക്ക് മുന്നിൽ സാത്താൻ പ്രത്യക്ഷപ്പെടുമെന്നും അവർക്ക് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നൽകുമെന്നായിരുന്നു അവരുടെ എല്ലാവരുടെയും വിശ്വാസം. എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ അവിടെ നടന്നിരുന്നത്. സാത്താൻ വർഷിപ്പ് എന്ന പേരിൽ അവർ ചെയ്തിരുന്നത് നമ്മുടെ ഈ കേരളത്തിൽ ഇന്നത്തെ സാത്താൻ വർഷിപ്പ് അല്ലെങ്കിൽ കറുത്ത കുർബാന എന്നൊക്കെ പറയുന്ന ഈ ചടങ്ങുകളൊന്നും ശരിക്കും റിയൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം ഈ സാത്താൻ വർഷിപ്പ് അതുപോലെ കറുത്ത കുർബാന എന്നിങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പ്രഗത്ഭരായ ആളുകളുടെ സാന്നിധ്യം ആവശ്യമാണ്. ഇന്നും നമ്മുടെ കേരളത്തിലുള്ള പലർക്കും ഈ കറുത്ത കുർബാന അല്ലെങ്കിൽ കറുത്ത ആഭിചാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു അറിവുമില്ല. കാരണം ഇതിനുള്ള ചടങ്ങുകളും ഇതിനുള്ള മന്ത്രങ്ങളുമൊന്നും ഇന്നും ആർക്കും അങ്ങനെ ലഭ്യമല്ല. കാരണം പണ്ട് കാലം മുതലേ വിലക്കപ്പെട്ട ഒരു മാന്ത്രിക വിദ്യ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ സൂക്ഷിച്ചും കണ്ടുമായിരുന്നു അന്നത്തെ കാലത്തെ പുരോഹിതന്മാരും അതുപോലെ ഇന്നത്തെ കാലത്തെ പുരോഹിതന്മാരും സൂക്ഷിച്ചു വെച്ചിരുന്നത്. അങ്ങനെ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെന്ന് ഇതൊക്കെ പഠിക്കുന്നത് അസാധ്യം തന്നെയായിരുന്നു. എങ്കിൽ പോലും ഈ കാലഘട്ടത്ത് പണത്തിനും പദവിക്കും വേണ്ടിയിട്ട് മറ്റുള്ളവരെ ചതിച്ചും പറ്റിച്ചും ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ആ ആളുകൾ കറുത്ത ചിനോട്ട് അതുപോലെ കറുത്ത കുർബാന അങ്ങനെയുള്ള സാത്താൻ വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊന്നും ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ചടങ്ങുകളെയല്ല. കാരണം ഇന്നും ആർക്കും അറിയാത്ത ചില ഗ്രന്ഥങ്ങളിൽ ഇന്നും ആ ഒരു അപൂർവ മന്ത്രങ്ങളൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഇതൊന്നും അങ്ങനെയൊന്നും ആർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിശുദ്ധമാക്കപ്പെട്ട ബൈബിളിനെ മൃഗങ്ങളുടെ തൊലിയിൽ പൊതിഞ്ഞ് അതിനെ മാക്സിമം അവഹേളിക്കുകയും അതുപോലെ പന്നിയുടെ നെയ്യിൽ ഉണ്ടാക്കിയെടുത്ത മെഴുകുതിരി ആ സാത്താൻ വർഷിപ്പിന് വേണ്ടി ഉപയോഗിക്കുകയും തലതിരിഞ്ഞ കുരിശായിട്ട് അവരതിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു തരം പ്രാകൃതമായ ആചാരം തന്നെയായിരുന്നു ഈ കറുത്ത കുർബാന. പണ്ടുകാലത്ത് ചെറിയ കുട്ടികളെ അതുപോലെ പ്രായമെത്താത്ത പെൺകുട്ടികളെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ രക്തം ഇങ്ങനെയൊക്കെയായിരുന്നു അവർ ബലിക്കായിട്ട് ഉപയോഗിച്ചു വന്നിരുന്നത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യബലി നിരോധിച്ചതിനെ തുടർന്ന് ഇന്നവർ മൃഗങ്ങളെയാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് ബലിയായിട്ട് നൽകി വരുന്നത്. ഹിന്ദുമതത്തിലും ഇതുപോലെയുള്ള ചടങ്ങുകൾ അനേകമാണ്. മന്ത്രവാദം, ദുർമന്ത്രവാദം എന്നിങ്ങനെ പല രീതിയിലും അതിനെ തരം തിരിച്ചിട്ടുണ്ട്. മന്ത്രവാദം എന്നത് മാന്ത്രിക വിദ്യകൾ കൊണ്ട് മനുഷ്യന്റെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി ചെയ്യുന്ന ചില നല്ല മന്ത്രവാദങ്ങളുണ്ട്. ചില ഭാഗങ്ങളിൽ അത് ദുർമന്ത്രവാദമായിട്ട് മാറുന്നു. മനുഷ്യരെ തമ്മിൽ അകറ്റാനും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാനും ഇത്തരത്തിലുള്ള കൂടോത്ര മന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കൂടപത്രം എന്ന ഒരു വാക്കിൽ നിന്നാണ് കൂടോത്രം എന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് കേട്ട് കേൾവിയുണ്ട്.
ഈ കൂടോത്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട കാർമ്മികത്വം വഹിക്കുന്ന ഒരു പൂജാരി അവർക്ക് വേണ്ടിയിട്ടുള്ള ചില പൂജാമന്ത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അതിനുവേണ്ടി വലിയൊരു കളമൊരുങ്ങും. ആ കളത്തിൽ ഒരുപാട് പൂജാദ്രവ്യങ്ങളും അതുപോലെ പൂജയ്ക്ക് ഉപയോഗിക്കാത്ത രീതിയിലുള്ള പൂക്കളും ഉണ്ടാവുമായിരുന്നു. ഈ പൂക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നല്ല പൂജകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രത്യേകതരം പൂക്കളുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങൾക്ക് ഉപയോഗിക്കുന്ന പൂക്കളെല്ലാം തന്നെ അമ്പലങ്ങളിൽ ഉപയോഗിക്കാത്ത തരത്തിലുള്ള പൂക്കളായിരിക്കാം. അതിനുശേഷം ഒരു ഉരുളിയിൽ കുരുതിയൊക്കെ നിറച്ചതിന് ശേഷം അവിടെ ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലിയതിനു ശേഷം ഒടുവിൽ അവസാനം അവിടെ ഒരു കോഴിയെ ബലി കൊടുത്ത് ആ കോഴിയുടെ തലയിൽ ഒരു തകിടൊക്കെ നൽകിയിട്ടാണ് അവരെ തേടി വരുന്നവരെ മടക്കി അയക്കാറ് പതിവ്. എന്നാൽ ഇതിനുവേണ്ടി അവർ ആരാധിക്കുന്ന ചില പ്രത്യേക തരം ദൈവവിശ്വാസങ്ങളുണ്ട്. അതിൽ പ്രധാനമായിരുന്നു വരാഹ രൂപം. വരാഹരൂപം എന്നത് പന്നിമുഖമുള്ള അല്ലെങ്കിൽ പന്നിയുടെ മുഖമുള്ള ഒരു ദേവിയായിരുന്നു. ഈ ദേവിയെ ആരാധിച്ചതിന് ശേഷം അവർ ചില പ്രത്യേക മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് അത് പൂജ പൂർത്തിയാക്കുന്നത്. അതോടൊപ്പം ചാത്തന്മാരെയും അതുപോലെ കള്ളാടിമുത്തിയെയും എല്ലാം ഈ ഒരു പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി ആരാധിക്കുമായിരുന്നു. എന്നത് മാത്രമല്ല, ആരാണോ ഈ പൂജയ്ക്ക് പങ്കെടുക്കുന്നത് അവരുടെ കയ്യിൽ അവരുടെ ബലിയായി നൽകിയ ആ കോഴിയുടെ തലയിൽ വെച്ച തകിട് അവരോട് പല ശ്മശാനങ്ങളിലോ അല്ലെങ്കിൽ പാടത്ത് ചെളിയുള്ള ഏതെങ്കിലും ഭാഗങ്ങളിലോ കുഴിച്ചിടാനായി നിർദ്ദേശിക്കുന്നു. പതിയെ പതിയെ ആ തലയോട്ടി അല്ലെങ്കിൽ ആ കോഴിയുടെ തല അഴുകി തീരുന്നതോടൊപ്പം അവരുടെ പ്രശ്നങ്ങളും തീരും എന്നൊക്കെയായിരുന്നു ഈ വിശ്വാസങ്ങളിൽ പലരും വിശ്വസിച്ചു പോന്നിരുന്നത്. എന്നാൽ ഇതിനൊക്കെ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് ഭാഗങ്ങളൊന്നും ആർക്കും തന്നെ അറിയില്ല. എന്നാലും ഹിന്ദുമതത്തിൽ ദുർമന്ത്രവാദം ചെയ്യുന്നവർ വളരെ ഏറെയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതിന് മാന്ത്രികമെന്നും പലരും പറയാറുണ്ട്. എന്നാൽ മന്ത്രവിദ്യകൾ അറിയാവുന്നവരിൽ തന്നെ ദുർമന്ത്രവാദങ്ങളും അറിയുന്നവരുണ്ട്. മന്ത്രവാദങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ദുർമന്ത്രവാദങ്ങൾ ചീത്ത കാര്യങ്ങൾക്കും അതുപോലെ മനുഷ്യൻ്റെ തിന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും അത് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും ഇതൊക്കെ വിശ്വസിക്കുന്നവരും ഇതൊക്കെ ചെയ്യുന്നവരും നമുക്കൊക്കെ ചുറ്റുമുണ്ട്. അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുമുണ്ട്. പലർക്കും പലതും നഷ്ടമാവുകയും ചിലർക്ക് അവരുടെ ജീവിതം തന്നെ നഷ്ടമായ ഒരുപാട് കഥകൾ ഞാൻ തന്നെ എത്ര കേട്ടിട്ടുണ്ട്. ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദം കൊണ്ട് പൊറുതുമുട്ടിയ ഒരുപാട് പേരുടെ കഥ ഞാൻ ഈ ചാനലിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും അത്തരത്തിലുള്ള കഥകൾ അവതരിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. കാരണം അത്രയും അധികം കഥകളാണ് എനിക്ക് ചുറ്റും എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്, പ്രത്യേകിച്ച് ഈ മന്ത്രവാദത്തെയും ദുർമന്ത്രവാദത്തെയും കുറിച്ച്. അതിൽ പ്രധാനമായിരുന്നു കൂടോത്രം ചെയ്ത ആളുകളുടെ കഥ. കൂടോത്രം എന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ തിന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് വിശ്വസിച്ചു പോന്നിരിക്കുന്നത്. അത് ചെയ്യുന്നവർ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന 10 പേരിൽ ഒരാളെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് സാരം. എന്നാൽ മുസ്ലിം സമുദായത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മുസ്ലിം സമുദായത്തിലും ഇതുപോലെയുള്ള ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. എന്നാൽ അതിനെ അറബിക് വേർഡായിട്ടുള്ള ഷിർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഷിർക്ക് ആഭിചാരം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇതൊരു അറബിക് വേർഡാണ്. ഇസ്ലാം മതത്തിലും ഇതിന് മാറ്റങ്ങളൊന്നുമില്ല. കാരണം ചെകുത്താനെ അല്ലെങ്കിൽ ഇത് പൈശാചിക ശക്തികളെ ആരാധിച്ചതിന് ശേഷം അവരിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് തന്നെയായിരുന്നു മുസ്ലിം സമുദായത്തിലെ ഇതുപോലെയുള്ള ആഭിചാര കർമ്മങ്ങളുടെ ലക്ഷ്യം. എന്നാൽ മുസ്ലിം സമുദായങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷിർക്ക് ചെയ്യുന്നവർ ഏറെയാണ്. നമ്മുടെ കൂട്ടത്തിൽ 10 പേരുണ്ടെങ്കിൽ ആ 10 പേരിൽ ഒരാളെങ്കിലും ഷിർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷിർക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് ഒരു ഉള്ളടക്കമായിട്ട് പറയാൻ പറ്റുന്നത്. എന്നാൽ മറ്റുള്ള സമുദായങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിൽ ഷിർക്ക് എന്ന കേട്ടുകേൾവിയും ഷിർക്ക് ചെയ്യുന്നവരുടെ എണ്ണവും കുറച്ച് കുറവാണെന്നാണ് പഠനങ്ങൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും നമ്മുടെ ഈ കാലഘട്ടത്ത് നമ്മുടെ ഈ കേരളത്തിൽ ഏത് മതമായിക്കോട്ടെ ഏത് ഭാഷയായിക്കോട്ടെ എല്ലാവർക്കും എന്നും പേടിയുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കറുത്ത ആരാധന, അതായത് കറുത്ത ആഭിചാരം അല്ലെങ്കിൽ കറുത്ത പ്രാർത്ഥന എന്നിങ്ങനെ പല പേരുകളിൽ അതിനെ നമുക്ക് വിളിക്കാവുന്നതാണ്.
കറുത്ത നിറം തിന്മയെ അല്ലെങ്കിൽ പൈശാചികതയെ സൂചിപ്പിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് കറുപ്പ് എന്ന ആ നിറത്തിന് തന്നെ ഇതുപോലെയുള്ള പൈശാചികമായിട്ടുള്ള ഹീനമായിട്ടുള്ള മന്ത്രവാദങ്ങൾക്കും പ്രവൃത്തികൾക്കും കൂട്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നും ഓരോ മിനിറ്റിലോ അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലോ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതിൽ ഓരോ മിനിറ്റിലും ഒരാളെങ്കിലും ഒരു ആഭിചാര കർമ്മം അല്ലെങ്കിൽ ദുർമന്ത്രവാദം ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുപോലെയുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.